ഇപ്പം നമ്മൾ ഊട്ടിക്ക് പോണ വഴി ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടപ്പോൾ നിർത്തിയതാ. ഞാൻ കാണിച്ചു തരാം സ്ഥലം. ഇതാണ് ടെറസ് ഫാമിങ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫാം ചെയ്യണതാണ്. ഇത് അടിയിൽ പശുക്കളൊക്കെ ഉണ്ട്. മറ്റേ അമൂലിൻ്റെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ നല്ല അടിപൊളി പശുക്കളൊക്കെ ഉണ്ട്. എവിടെ പശുക്കളെ കണ്ടാലും പരിചയമുള്ളവരെ പോലെ സംസാരിക്കണം. എൻ്റെ അപ്പൻ പിള്ളേർ കണ്ടില്ല, ഞാൻ എപ്പോഴാണ് കാണുന്നത്. നമ്മുടെ വാപ്പുപ്പാടെ കാലം മുതലുള്ള കഴിഞ്ഞ ജന്മത്തിൽ ബന്ധുക്കളായിരുന്നു ഇതൊക്കെ. വാപ്പുപ്പാടെ കാലം മുതൽ എൻ്റെ വാപ്പാടെ കാലം മുതൽ അത്താടെ കാലം മുതലുള്ള പശുക്കളൊക്കെ ഇപ്പം കണ്ടാലും ഞാൻ നോക്കും, അതിനെ ഇഷ്ടപ്പെടും. അടുത്ത് കണ്ട ഒരു ഉമ്മ കൊടുക്കും. അതാ ജീവിതം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഈ ഊട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിംഗിൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഡബിളായി. ഹേ ഡബിൾ, ഹേ ഡബിൾ. ഊട്ടിയിൽ ഇപ്പോൾ ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ആണ്. ചെറിയ വെയിലുണ്ട് ആൻഡ് നല്ല തണുപ്പുണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്. വരുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് മുഞ്ചിപ്പോയത്, പക്ഷേ സീൻ ഉണ്ടായില്ല. നല്ലൊരു ക്ലൈമറ്റാണ്. ഇതാണ് നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേമിലൊക്കെ കാണിക്കുന്ന അവർ മറ്റേ ട്രെയിൻ കയറാൻ നിൽക്കുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ആദ്യമായിട്ടൊരു ഹിൽ സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടത്. സംതൃപ്തിയായി ഞാൻ. എന്നെ ഊട്ടിനെ പറ്റി പറയാനുള്ളത് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല രസമുണ്ട്. ഊട്ടി 10 years കഴിഞ്ഞാ വരുന്നത്. അതെ, നല്ല ക്ലൈമറ്റ്, നല്ല രസം. സ്ഥലങ്ങൾ കണ്ടു. ക്യാരറ്റ് തോട്ടം. പക്ഷെ ക്യാരറ്റ് കാണുന്നില്ല. ക്യാരറ്റ് തോട്ടമാണെന്ന് തോന്നുന്നു. ഒരു കൊച്ചു സ്വിറ്റ്സർലൻഡ്. കമ്മൽച്ചെടി പ്രധാനമായും തമിഴ്നാട്ടിൽ ഊട്ടി കാണുന്ന ഒരു കമ്മൽച്ചെടി എന്ന് പറയുന്ന സാധനമാണ്. എന്റെ മകളും മരുമോനും ഒക്കെ മുണ്ടക്കയത്ത് കൂട്ടിക്കല് വരുന്നു. ആ കൂട്ടിക്കാരൻ ആ പയ്യൻ ഈ പൂ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പയ്യൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊള്ളി ഹിൽസിലെ. കൊള്ളി ഹിൽസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ടൈം വരുന്നത്. ഇവര് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊള്ളി ഹിൽസ് കണ്ടുപിടിച്ചു. ഈ സ്ഥലം, ഈ ഏരിയ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അന്നത്തെക്കാൾ കുറച്ചുകൂടെ ഭംഗി കൂടിപ്പോയി. കുറെ ഫ്ലവേഴ്സ് ഉള്ള. നമ്മൾ ബാക്കി കാണുന്നതാണ് ക്യാരറ്റ് തോട്ടം. ഇത് ഫുള്ള് വെജ് ഫാം സ്ഥലമാണ്. പിന്നെ ഇപ്പൊ സീസൺ ആണ് ഫ്ലവേഴ്സിന്റെ, അതുകൊണ്ട് ഭയങ്കര സീസണാ. പക്ഷേ പിന്നെ സൺസെറ്റ് കാണാൻ നല്ല രസം. പക്ഷെ സൺസെറ്റ് കാണാൻ നല്ല, പക്ഷെ ഇപ്പൊ കുറച്ച് ഇങ്ങനെ മൂടിയായിട്ടുള്ള ക്ലൈമറ്റാ. നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം നല്ല മഴയൊന്നുമില്ല. നല്ലൊരു പ്ലസന്റ് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഊട്ടിയിലെ തിരക്കിനകത്ത് മാറി നല്ല ഇങ്ങോട്ട് തിരിയാവോ? നമുക്ക് ഇറങ്ങാവോ?
ഇതൊന്നും പാടില്ലല്ലോ മഞ്ഞ ഭയങ്കര വിട്ട് മഞ്ഞ അല്ലേ കഴിയിട്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. മഞ്ഞയുണ്ട്, ബ്ലൂ ഉണ്ട്. സെഹു സെഹുവിന് ഇത് വലുതായിരിക്കും കുറച്ച്. ക്യൂട്ട് ക്യൂട്ട്. ടിബറ്റൻ മാർക്കറ്റിലെ ഷോപ്പിംഗ് ഓൾവേസ് മൈ ഫേവറേറ്റ്. ഫിക്സഡ് പ്രൈസാണ്, പക്ഷേ മാറ്റമൊന്നുമില്ല. എന്നാ വെച്ചാലും ഡിസ്കൗണ്ടും ഇല്ല, തേങ്ങയില്ല. പക്ഷെ കുറേ നല്ല വൂളൻ നല്ല ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്ത ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടിബറ്റൻ മാർക്കറ്റിലെ കത്തിയൊന്നും ഒരു കത്തിയല്ല എന്ന് തോന്നുന്ന കുറച്ച് കടകളുണ്ട് ഫ്രണ്ടിൽ. അവർക്ക് തോന്നുന്ന റേറ്റ് ഉണ്ട്, ഒന്നിനും തന്നെ റേറ്റ് ചെയ്തിട്ടില്ല, അവർ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്, വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിക്കാം. അത് നാട്ടിൽ പോകാത്ത ഇവിടെ ഇഷ്ടപ്പെട്ടോ?